നമസ്കാരം, യമുനാസ് ഫിസിക്സിലേക്ക് സ്വാഗതം. 9.5 ലാസ്റ്റ് ഫോക്കസ് ഏരിയ സ്ട്രെസ് സ്ട്രെയിൻ കർവാണ്. ഇവിടെ വൈ ആക്സിസിൽ സ്ട്രെസ്സും എക്സ് ആക്സിസിൽ സ്ട്രെയിനും ചേർന്ന് വരയ്ക്കുന്ന ഒരു കർവാണ്. വളവാണുള്ളത് കൂടുതൽ ഭാഗത്തും. കർവിന് പറയുന്ന പേരാണ് സ്ട്രെസ് സ്ട്രെയിൻ കർവ്. ഓരോരോ ഭാഗം. അപ്പോൾ നമുക്ക് O to A to B, B to C, C to D, D to E ഇങ്ങനെ വേറെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വരച്ച് തുടങ്ങുന്നത് O ആണ്, അഥവാ ഒറിജിനാണ്. ഒറിജിൻ എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സും 0, സ്ട്രെയിനും 0. നമ്മളൊരു വയർ എടുത്തിട്ട് നമ്മളതിനെ വലിക്കുകയാണെന്ന് വിചാരിക്കുക. ഏതെങ്കിലും ഒരു വയർ നമ്മൾ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഇത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വയറാണ്. ആ വയറിനെ ഇങ്ങനെ പിടിച്ച് ഇതിൻ്റെ അടിയിൽ നമ്മൾ ഫോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫോഴ്സ് mg കൊടുത്ത് ഇതിനെ നമ്മൾ വലിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വലിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഓരോ സമയത്തും ആ വയറിന് എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത് നമ്മളൊരു ഗ്രാഫ് രൂപത്തിൽ കാണിച്ചിരിക്കുകയാണ്. ഒറിജിനാണ് O എന്ന് പറയുന്നത്. A എന്ന് പറയുന്ന പോയിൻ്റ് നോക്കുക. O മുതൽ A വരെ ഇത് സ്ട്രെയിറ്റാണ്, വളരെ സ്ട്രെയിറ്റാണ്. അപ്പോൾ O to Aയിൽ അത് സ്ട്രെയിറ്റാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഈ റീജിയണിൽ സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. അതാണ് നമ്മൾ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ആൻഡ് ഒബേസ് ഓംസ് ലോ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് തെറ്റാണ്, ഗുരുതരമായ തെറ്റാണ്. ഓംസ് ലോ അല്ല, ഹുക്സ് ലോയാണ്. ഇവിടെ ഒബേ ചെയ്യുന്നത് ഓംസ് ലോ അല്ല, പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ്. ഒബേയിങ് ഹുക്സ് ലോ. എവിടം മുതൽ എവിടം വരെയാണ് ഒബേ ചെയ്യുന്നത്? O to A. പ്രത്യേകം ശ്രദ്ധിക്കുക, O to A അത് ഹുക്സ് ലോ ഒബേ ചെയ്യും, അനുസരിക്കും. എയിൽ നിന്ന് ഞാൻ പിടിവിട്ടാൽ തിരിച്ചത് മടങ്ങി, എയിൽ നിന്ന് മടങ്ങി ഓയിലേക്ക് എത്തും എന്നാണ് പറഞ്ഞത്. അപ്പോൾ എക്ക് പറയുന്ന പേര് പ്രൊപ്പോർഷണൽ ലിമിറ്റ്. അതായത് ഇതാണ് ലിമിറ്റ്. ഈ ലിമിറ്റ് കഴിഞ്ഞാൽ സ്ട്രെസ് സ്ട്രെയിൻ ലോ, സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു എന്നുള്ള ആ ലോ വാലിഡ് അല്ല. ആ ലോ വാലിഡ് ആവുന്നത് A വരെ മാത്രം. ഇനി B എന്ന് പറയുന്ന പോയിൻ്റാണ് പറഞ്ഞത്. B എന്ന് പറയുന്ന പോയിന്റിൽ കൊടുക്കുന്ന സ്ട്രെസ്സിന് പറയുന്ന പേരാണ്. B എന്ന് പറഞ്ഞ സ്ഥാനത്ത് നമ്മളൊരു സ്ട്രെസ്സ് കൊടുക്കുന്നുണ്ട്. ആ സ്ട്രെസ്സിന് അതിനൊരു കറക്റ്റ്, ഓരോ പോയിൻ്റ് X, Y ആണല്ലോ, സ്ട്രെസ് സ്ട്രെയിൻ ആണ്. അപ്പോൾ B എന്ന് പറയുന്ന പോയിന്റിലെ സ്ട്രെസ്സിന് പറയുന്ന പേരാണ് ഈൽഡ് സ്ട്രെസ്. ഈൽഡ് എന്ന് പറയുക വലിഞ്ഞു തുടങ്ങി, അതായത് അതിൻ്റെ ഈ വലിയുക എന്നാണ്. ഈൽഡ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വലിയുക, വലിഞ്ഞു തുടങ്ങി. AB strain is large for small stress. The stress corresponding to the point is called yield strength. ഇനി BD എന്ന് പറഞ്ഞാൽ എന്താണ്? BD strain is very large for small stress. From point C onwards, the body does not return to original state or deformation occurs. Stress corresponding to D is called ultimate stress. അപ്പോൾ പരമാവധി നമുക്ക് ഈ ഫിഗറിൽ കൊടുക്കാവുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് ഈ ഡിയുടെ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ലൈൻ, ഇതാണ് അതിൻ്റെ പരമാവധി സ്ട്രെസ്. അതുകൊണ്ട് ഡിക്കുള്ള സ്ട്രെസ്സാണ് അൾട്ടിമേറ്റ് സ്ട്രെസ്. അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ അവസാന വാക്ക് എന്നൊക്കെ പറയുന്ന പോലെ അൾട്ടിമേറ്റ് സ്ട്രെസ്. ഇപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? OA പ്രൊപ്പോർഷണാലിറ്റി വർക്ക് ചെയ്യുന്ന സ്ഥലം. A കഴിഞ്ഞ് Bയിലേക്ക് പോകുമ്പോൾ അത് ഈൽഡ് ചെയ്യാൻ തുടങ്ങി, വലിയാൻ തുടങ്ങി, പൂർവ്വസ്ഥിതിയിലേക്ക് എത്താൻ പറ്റില്ല. അത് ഈ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് ഇവിടെയാണ്. അത് കഴിഞ്ഞ് A വീണ്ടും വലിയുന്നു. പിന്നെ നോക്കൂ, C എന്ന് പറഞ്ഞ പോയിന്റിൽ നമ്മൾ ആ വയറിനെ വിട്ടാൽ അത് ഓയിലേക്ക് മടങ്ങില്ല. പകരം അത് ഇവിടേക്കാണ് വരിക. എന്ന് വെച്ചാൽ പെർമനൻ്റ്ലി അതിനൊരു നീളം വന്നു. അതുകൊണ്ടാണ് ഇവിടെ പെർമനൻറ്റ് സെറ്റ് എന്നൊരു വാക്ക് എഴുതിയിരിക്കുന്നുണ്ടോ? പെർമനൻറ്റ് സെറ്റ്. ഈ ഇത്രയും ലെങ്ത് ഓഫ് സ്ട്രെയിൻ ആണ് പറയുന്നത്. അതായത് ഒരു വയറുണ്ട്, അതിനെ നമ്മൾ വലിച്ച് ഒരു അല്പം ഒത്തിരിയും കൂടെ അതിൻ്റെ ലെങ്ത്ത് കൂടി. ഇതൊന്നും ഇല്ല കേട്ടോ, 1 മില്ലിമീറ്റർ ഒന്നും ഉണ്ടാകുകയില്ല, അത്രയും ചെറുതായിട്ട് കൂടി.
അപ്പോൾ വീണ്ടും അത് പഴയ പടിയിലേക്ക് എത്തുന്നില്ല, പെർമനൻ്റ്ലി ഇത്രയും നീളം കൂടിപ്പോയി അതിന്. ആ കൂടിയതാണ് ഈ കാണിച്ചിരിക്കുന്ന പെർമനൻറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഗ്യാപ്പ്. അടുത്ത പോയിൻ്റ് എന്താ? സ്ട്രെസ് കറസ്പോണ്ടിങ് ടു ഡി ഈസ് കോൾഡ് അൾട്ടിമേറ്റ് സ്ട്രെസ്. DE, ഡിയും കഴിഞ്ഞ് ഇ. ഡിഫോർമേഷൻ ഇസ് ലാർജ്, ബോഡി ബ്രേക്സ് അറ്റ് ഫ്രാക്ചർ പോയിൻറ്റ് ഇ. ഫ്രാക്ചർ പോയിൻറ്റ് ഇയിൽ ബ്രേക്ക് ചെയ്തു. DE എന്നുള്ളതല്ല കേട്ടോ, ഡി ക്യാപിറ്റൽ ഇ എന്ന് തന്നെ എഴുതണം. അത് സ്മോൾ ഇ എന്നാണ് എഴുതിയിരിക്കുന്നത്, ക്യാപിറ്റൽ ഇ ആണ് വേണ്ടത്. ഡിയും ഇയും ക്ലോസ് ആണെങ്കിൽ ബ്രിട്ടിൽ എന്ന് പറയും. ഡിയും ഇയും തമ്മിലുള്ള ഗ്യാപ്പ് ലാർജ് ആണെങ്കിൽ ഡക്ടൈൽ എന്ന് പറയും. ഇത് ഡി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു മാക്സിമം ഈ വയറിൽ കൊടുക്കാവുന്ന സ്ട്രെസ്സ് ഡി ആണ്. പിന്നെ സ്ട്രെസ്സ് കുറയുക ചെയ്യുന്നത്. നോക്കൂ, ഇവിടോട്ട് വരുമ്പോൾ സ്ട്രെസ്സ് കുറഞ്ഞു, ഇതാ വൈ ആക്സിസ് കുറഞ്ഞല്ലോ, സ്ട്രെയിൻ കൂടിയതാ. ഇത് മാക്സിമം സ്ട്രെസ്സ്, പക്ഷെ പിന്നെ സ്ട്രെയിൻ കൂടി, പക്ഷെ സ്ട്രെസ്സ് കുറഞ്ഞു. ഈയിലത് പൊട്ടിപ്പോയി. അപ്പോൾ ഡിയുടെയും ഇയുടെയും ഇടയിലുള്ള ഗ്യാപ്പ്, ഈ ലെങ്ത്ത് ഇത് വളരെ അടുത്താണെങ്കിൽ, ക്ലോസ് ആണ്, ഡിയും ഇയും ക്ലോസ് ആണെങ്കിൽ നമ്മൾ പറയും പെട്ടെന്ന് പൊട്ടും. അതിനെയാണ് ബ്രിട്ടിൽ എന്ന് പറയുക, ഗ്ലാസ് പൊട്ടിപ്പോകുന്നത്. ഇനി ഈ ഡിയുടെയും ഇയുടെ ഇടയിൽ കുറച്ചും കൂടെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ഇത് ഇയും ഇത് ഡിയുമായിരുന്നു. ഡിയും ഇയുടെ ഇടയിൽ കുറേ കൂടെ ഗ്യാപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഇതിന് പറയും ക്ലോസ് അല്ല, ഫാർ ആണെങ്കിൽ നമ്മൾ പറയും ഡക്ടൈൽ. ബെസ്റ്റ് എക്സാമ്പിൾ ഡക്ടൈൽ എന്ന് പറഞ്ഞാൽ ഗോൾഡാണ്. അടിച്ച് പരത്തി എത്ര തിന്നാക്കാനും പറ്റും, എത്ര അതിന് നൂല് പോലെ നമ്മൾ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാക്കുന്ന നമുക്കറിയാം. സ്വർണത്തിനെ എത്ര വേണമെങ്കിലും നമുക്ക് തല്ലി പരത്താം, ചെറിയ നൂല് പോലെയാക്കാം, എങ്ങനെയാക്കാം, അത് പൊട്ടിപ്പോവില്ല. പക്ഷേ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ തൊടുന്നതിന് മുമ്പ് അത് പൊട്ടിപ്പോവും. അപ്പോൾ ആ ബ്രിട്ടിൽ, ഡക്ടൈൽ, ആ വാക്ക് ശ്രദ്ധിച്ചോളാം. അപ്പോൾ നമുക്ക് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ചില പോയിൻറ്റ്സിൻ്റെ പേരെങ്കിലും നമുക്ക് പഠിക്കാം. എയുടെ പേര് പ്രൊപ്പോർഷണൽ ലിമിറ്റ്, ബിയുടെ പേര് ഈൽഡ് പോയിൻ്റ് അഥവാ ഇലാസ്റ്റിക് ലിമിറ്റ്, സിക്ക് പ്രത്യേകിച്ച് പേരില്ല, ഡിയുടെ പേര് അൾട്ടിമേറ്റ് സ്ട്രെസ്, ഇനിയും ഇയുടെ പേര് ഫ്രാക്ചർ പോയിൻ്റ്. ഇങ്ങനെ ഈ 4-5 വാക്കുകൾ, പ്രൊപ്പോർഷണൽ ലിമിറ്റ്, ഇലാസ്റ്റിക് ലിമിറ്റ്, ഫ്രാക്ചർ, അൾട്ടിമേറ്റ് സ്ട്രെസ്, ഫ്രാക്ചർ പോയിൻ്റ്, ഇങ്ങനെ ചില വാക്കുകളെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്ത് വയ്ക്കണം. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.